ഹായ് ദൃശ്യം ത്രീയുടെ കാത്തിരുന്ന വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുപ്രകാരം 50,35,00,000 സിനിമ ഫസ്റ്റ് ഡേ നേടിയിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. മലയാളത്തിലെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച രണ്ടാമത്തെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ. ഒന്നാം സ്ഥാനത്ത് എമ്പുരാനാണ്. 68 കോടിയാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. അതും മോഹൻലാലിന്റെ തന്നെ സിനിമയാണ്. ഫസ്റ്റ് ഡേ ദൃശ്യം 3 50,35,00,000 നേടിയപ്പോൾ മലയാളത്തിലെ 2026 ഏറ്റവും മികച്ച ഫസ്റ്റ് ഡേ കളക്ഷനായി എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഫസ്റ്റ് ഡേ കളക്ഷൻ എല്ലാം തൂക്കിയിരിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ 2026 വന്നിരിക്കുന്നത് കറുപ്പ് എന്ന സിനിമയ്ക്കാണ്. 31 കോടിയാണ് കറുപ്പിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ. ആ കളക്ഷനെയാണ് ഇപ്പോ ദൃശ്യം 3 നിസാരമായി മറികടന്നിരിക്കുന്നത്. മലയാള സിനിമ മോഹൻലാലിലൂടെ വളരുകയാണ്. സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം, അതായത് ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം 48,37,00,000 വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലെയും കണക്കുകൾ വരാനുണ്ട് എന്നുകൂടി അവർ ചേർക്കുന്നുണ്ട്. എന്തായാലും ദൃശ്യം 3 ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ബുക്കിംഗിൽ ഗംഭീര നേട്ടമാണ് സിനിമ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ 25,000 കടന്ന് 26,000 കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെയും മറ്റന്നാളും ഗംഭീര പ്രീസെയിൽ കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ വീക്കെൻഡിൽ തന്നെ സിനിമ 150 കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. അതായത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആദ്യ വീക്കെൻഡിൽ തന്നെ 150 കോടി നിസ്സാരമായി സിനിമ നേടിയെടുക്കും. എന്തായാലും ദൃശ്യം 3 ആദ്യ ദിവസം തന്നെ 50 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. 2013 ദൃശ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം. ഇപ്പോൾ 2026, ഇപ്പോൾ ദൃശ്യം 3 ആദ്യ ദിവസം തന്നെ 50 കോടി നേടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാത്തിരിക്കാം സിനിമയുടെ ഓരോ ദിവസത്തെയും കളക്ഷനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.